കേവലമായ ഒരു രാഷ്ട്രീയ വിഷയം എന്ന നിലയിൽ മാത്രം നമ്മൾ കണ്ടാൽ പോരാ. ഈ തെരഞ്ഞെടുപ്പിന് യഥാർത്ഥത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയും ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം നിൽക്കുന്ന NDA ഘടകകക്ഷികളും ഒരു വശത്ത് നിൽക്കുമ്പോൾ, മറുവശത്ത് ഈ രാജ്യത്തെ ദേശവിരുദ്ധ ശക്തികൾ എല്ലാവരും, ഒപ്പം തന്നെ വിദേശ രാജ്യങ്ങൾ, ഇന്ത്യയെ എതിർക്കുന്ന, ഇന്ത്യയുടെ വിജയത്തിൽ അസൂയ തോന്നുന്ന എല്ലാ വിദേശ രാജ്യങ്ങളും, അവിടുത്തെ മറ്റ് ശക്തികൾ, മാധ്യമങ്ങൾ, NGOകൾ, അങ്ങനെയുള്ള എല്ലാ ശക്തികളും ഒരു വശത്തും ഒരുപോലെ അണിനിരന്നുകൊണ്ടുള്ള ഒരു വലിയ യുദ്ധം തന്നെയായിരുന്നു. സത്യം പറഞ്ഞാൽ ഇതൊരു ലോകമഹായുദ്ധമാണ്. മൂന്നാം ലോകമഹായുദ്ധം തന്നെയാണ് ഇവിടെ നടന്നത്. ആ മൂന്നാം ലോകമഹായുദ്ധത്തിലാണ് ശ്രീ നരേന്ദ്രമോദിജി ജയിച്ച് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ, ബൈജു പറഞ്ഞതുപോലെ തന്നെ സിംഹാസന ആരോഹണം നടത്തിയത്. അതിന്റെ വിശദാംശങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിരുന്നല്ലോ, മറ്റൊരു പ്രോഗ്രാമിൽ ചർച്ച ചെയ്തിരുന്നു. അതായത് മറ്റൊരു രാജ്യത്തിനും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത അത്ര ക്രൂരമായ, അത്ര ഭീകരമായ ആക്രമണത്തെയാണ് നമ്മൾ നേരിട്ട് വിജയിച്ചത്. ഇത് പറയുമ്പോൾ ഇത് ഒരു തെരഞ്ഞെടുപ്പല്ലേ, ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ പതിവല്ലേ എന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷേ ഇവിടെ നടന്നത് ഒരു ജനാധിപത്യ തെരഞ്ഞെടുപ്പേ അല്ല. ഇവിടെ നടന്നത് ജനാധിപത്യത്തെ കൊല ചെയ്യാൻ വേണ്ടിയുള്ള അങ്ങേയറ്റം നികൃഷ്ടമായ, നിന്ദ്യവും നീചവുമായ രീതിയിലുള്ള തെറ്റിദ്ധരിപ്പിക്കലുകൾ ആയിരുന്നു. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഭരണകക്ഷി ഇത്തരം കാര്യങ്ങളെയൊക്കെ പ്രതീക്ഷിക്കും. അതുകൊണ്ട് പതിവ് തെരഞ്ഞെടുപ്പ് അട്ടിമറി ശ്രമങ്ങൾ ഒന്നും തന്നെ ശത്രുപക്ഷം പുറത്തെടുത്തില്ല. സാധാരണ നടക്കുന്നത് ന്യൂനപക്ഷ ദേവാലയങ്ങൾക്ക് കല്ലെറിയുക, ന്യൂനപക്ഷ സന്യാസിനിമാരെ ആക്രമിക്കുക, അതല്ലെങ്കിൽ വലിയ ദുരന്തങ്ങൾ കൃത്രിമമായി സൃഷ്ടിക്കുക, വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക, ഇതൊക്കെ. പക്ഷേ ഇതൊക്കെ ഫലപ്രദമായി തടയാൻ ഇവിടുത്തെ ഭരണകൂടത്തിന് സാധിക്കുമെന്നുള്ളത് കൊണ്ട് ആ തരത്തിലുള്ള ഒരു നീക്കമായിരുന്നില്ല ഉണ്ടായത്. മറിച്ച് ഏതൊക്കെ തരത്തിലാണോ ഇവിടുത്തെ ജനവിഭാഗങ്ങൾക്കിടയിൽ ഭിന്നതയും ഛിദ്രവാസനയും ഉണ്ടാക്കുക, അവരുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി അതിനെ എങ്ങനെയാണ് കൃത്യമായി പ്ലാൻ ചെയ്യുക, അതൊക്കെ തന്നെ ഒരു ഇലക്ഷനെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ടുവന്ന് സമാപിപ്പിക്കുക, ഇതൊക്കെ ആയിരുന്നു നടന്നത്. അതിൽ പലതിനെയും മുന്നിൽ കണ്ട് പ്രതിരോധിക്കാൻ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന് സാധിച്ചു. ഉദാഹരണത്തിന് കർഷക പ്രക്ഷോഭം എന്ന് പേരിട്ട് വിളിക്കുന്ന ഖാലിസ്ഥാൻ പ്രക്ഷോഭം, അതിന് പേര് വിളിക്കേണ്ടത് ഖാലിസ്ഥാൻ പ്രക്ഷോഭം എന്ന് തന്നെയാണ്. അപ്പൊ ഖാലിസ്ഥാനികളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ലോകത്തെ ഇന്ത്യ വിരുദ്ധ ശക്തികൾ എല്ലാവരും അതിന് ഫണ്ട് ചെയ്തുകൊണ്ട്, ആശയപരമായും സാമ്പത്തികമായും പിന്തുണ കൊടുത്തുകൊണ്ട്, നമ്മുടെ കേജ്രിവാളിനെ പോലെയുള്ളവരെ കരുക്കലാക്കിക്കൊണ്ട് ആണ് ഈ യുദ്ധം നടന്നിരുന്നത്. അപ്പൊ പല നിഷ്പക്ഷമതികളായി പലരും ചോദിച്ചു, കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് ശരിയായോ, അതും ഈ ഇലക്ഷൻ സമയത്ത് ചെയ്തത് ശരിയായോ എന്നൊക്കെ പലരും ചോദിക്കേണ്ടായി. തീർച്ചയായിട്ടും അതൊക്കെ ചിന്തിക്കാൻ കഴിവുള്ളവരാണ് BJP നേതൃത്വം. ഒരു ഇലക്ഷൻ സമയത്ത് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്താൽ അത് ഉണ്ടാക്കാവുന്ന ദൂരവ്യാപകമായ ഫലങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് മുൻകൂട്ടി മനസ്സിലാക്കി അതിനെ നേരിടാൻ സർവ്വസജ്ജമായി നിന്നുകൊണ്ടാണ് ഭരണകൂടം ആ അറസ്റ്റ് നടത്തിയത് എന്ന് ഞാൻ കരുതുന്നു. ഏതായാലും ഡൽഹിയിലെ 7-ൽ 7 സീറ്റും പിടിക്കാൻ BJPക്ക് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ കേജ്രിവാളിന്റെ അറസ്റ്റ് ഒട്ടുമേശയില്ല എന്ന് നമുക്ക് കാണാം. എന്നാൽ തിരിച്ചടിക്കുകയും ചെയ്തു. അതായത് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു, 12 മണിക്കൂറിനകം കർഷക പ്രക്ഷോഭം പിൻവലിച്ച് പ്രക്ഷോഭകർ സ്ഥലം വിട്ടു. അപ്പോൾ കേജ്രിവാളും കർഷക പ്രക്ഷോഭവും തമ്മിലുള്ള ബന്ധം എന്താണ്, അത് ഇനിയും നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു വിഷയം. അപ്പോൾ ആ തരത്തിൽ പരസ്പര ബന്ധമുള്ള പല കാര്യങ്ങളും, നിരവധി കാര്യങ്ങൾ ഒരേ സമയം നേരിടുകയാണ് ഭരണകൂടം ചെയ്തത്. പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും പുറമേ നോക്കിയാൽ ഒന്നും മനസ്സിലാവാത്തതുപോലെ യുദ്ധമുഖം തുറക്കുകയായിരുന്നു പ്രതിപക്ഷം ചെയ്തത്. ഇപ്പോൾ 1-2 ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ, അയോധ്യ അടങ്ങുന്ന ഫൈസാബാദ് BJP പരാജയപ്പെട്ടു. ഈ ഫൈസാബാദിനെ ഇവർ കൃത്യമായിട്ട് ലക്ഷ്യം വെച്ചിരുന്നു. അവിടെ ഉണ്ടായ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളെ പോലും ജനങ്ങളുടെ ഇടയിൽ വൈകാരികമായി അവതരിപ്പിക്കുന്നതിൽ അവർ അങ്ങേയറ്റം ശ്രദ്ധിച്ചു. ഉദാഹരണം പറഞ്ഞാൽ, അയോധ്യ ക്ഷേത്രത്തിന്റെ ചുറ്റും വളരെ മനോഹരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാകുകയുണ്ട്. അങ്ങനെ മനോഹരമാക്കി അവിടെ ടൈലൊക്കെ വിരിച്ചു. അവിടേക്ക് 4 വരി 6 വരി പാതകൾ ഉണ്ടായി. അവിടെ വളരെ വലിയ
വിമാനത്താവളം വന്നു, റെയിൽവേ സ്റ്റേഷൻ വന്നു. ഇതൊക്കെ വരുമ്പോ ആ ലക്ഷക്കണക്കിനാണ്, ആയിരക്കണക്കിനല്ല, ലക്ഷക്കണക്കിന് തീർത്ഥാടകരും ടൂറിസ്റ്റുകളും ദിവസങ്ങളോളം അവിടെ ഒഴുകിയെത്തുന്ന ആ അന്തരീക്ഷത്തിൽ അത് വൃത്തികേടാകാതിരിക്കാൻ വേണ്ടി കാലികളെ അഴിച്ചുവിടുന്ന സംവിധാനം നിരോധിക്കണം. അവരോട് പറഞ്ഞു കാലികളെ പിടിച്ചു കെട്ടണം, അല്ലെങ്കിൽ നിയന്ത്രിക്കണം. അതൊരിക്കലും ഈ പറഞ്ഞ കേന്ദ്രങ്ങൾ വൃത്തികേടാക്കുന്നത് പോലെ ചാണകമിട്ട് മൂത്രമൊഴിച്ച് നടക്കരുത് എന്ന് അധികാരികൾ പറഞ്ഞപ്പോൾ പ്രതിപക്ഷം ചെയ്തത്, ദേശസ്നേഹമുണ്ടെങ്കിൽ അല്ലെങ്കിൽ രാമനോട് ഭക്തി ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത് ആ ഒരു അതിനെ പിന്തുണയ്ക്കുകയും നടപടികളെ സഹായിക്കുകയുമാണ്. പക്ഷെ എന്താ ചെയ്തത്? വീട് വീടാന്തരം കയറി അവർ നടത്തിയ പ്രചരണം പശു വളർത്തൽ നിരോധിച്ചിരിക്കുന്നു എന്നാണ്. ജനങ്ങളോട് ശരിയായിരിക്കും, അതുകൊണ്ടായിരിക്കും പിടിച്ചു കെട്ടണം എന്നൊക്കെ പറയുന്നത് എന്ന്. ഇപ്പൊ പശു വളർത്തൽ നിരോധിച്ചു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഞെട്ടിപ്പോകുമല്ലോ ആൾക്കാർ. അപ്പോൾ അതിനെ ഇലക്ഷനെതിരായിട്ട് തിരിച്ചുവിട്ടു. മറ്റൊന്ന്, കോമൺ സിവിൽ കോഡ് നടപ്പാക്കണം. അതുകൊണ്ടാണ് 400 സീറ്റ് എന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കോമൺ സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സംവരണം എടുത്തു കളയുന്നതാണ്. SC സംവരണം, ST സംവരണം, OBC സംവരണം, മുസ്ലിം സംവരണം, ന്യൂനപക്ഷ സംവരണം, ഇതെല്ലാം പോകും. അതാണ് കോമൺ സിവിൽ കോഡ് എന്ന് വീട് വീടാന്തരം കയറി ഇറങ്ങി വലിയ ക്ലാസുകൾ എടുത്തു. ഇങ്ങനെ ഞാൻ 1-2 ഉദാഹരണം മാത്രം പറഞ്ഞേ ഉള്ളൂ. ഇതുപോലെ പ്രാദേശികമായതും വൈകാരികമായതും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ 100% കള്ളം. അതുകൂടാതെ തന്നെ നരേന്ദ്രമോദിജിയുടെ കൂടെ നിന്നാൽ നിങ്ങൾക്ക് വർഷം 6000 രൂപ ഫ്രീ കിട്ടും, കിസാൻ സമ്മാൻ നിധി, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് കിട്ടും. പക്ഷെ ഞങ്ങളുടെ കൂടെ നിന്നാലോ 1,00,000 രൂപ കിട്ടും. കാർഡടിച്ച് വീട് തോറും വിതരണം ചെയ്തു. അമ്മമാര് ചെന്നാലേ പൈസ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് എന്താ സംഭവിച്ചത്? പിറ്റേ ദിവസം കാർഡുമായിട്ട് ചെന്നു, ഒരു പൈസയും ഇല്ല, അവിടെ ഓഫീസ് അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോ കോൺഗ്രസ് നടത്തിയ ഏറ്റവും വലിയ ചതിയാണ്, കൊള്ളയാണ്. ഒരു ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ വേണ്ടി നടത്തിയ ഒരു അക്രമസന്ധിയാണത്, ക്രിമിനൽ ആക്ട് തന്നെയാണത്. അപ്പോ അതില് രാഹുൽ ഗാന്ധിയുടെ പടമുണ്ട്, ഒപ്പുണ്ട്, ഖാർഗെയുടെ പടമുണ്ട്, ഒപ്പുണ്ട്. അതിന്റെ അടിയിൽ വീട്ടുകാരുടെ വിശദാംശങ്ങൾ എഴുതി പൂരിപ്പിക്കാനുള്ള കോളങ്ങൾ നിരവധി കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ പൂരിപ്പിച്ച് വോട്ട് ചെയ്ത് വോട്ടിന്റെ പിറ്റേ ദിവസം കോൺഗ്രസ് ഓഫീസിൽ വന്നാൽ 1,00,000 രൂപ കിട്ടും. ഇതായിരുന്നു വീട് കയറി പ്രചരിപ്പിച്ചത്. അവര് കബളിപ്പിക്കപ്പെട്ടു. അവർ ധരിച്ചു ശരിയായിരിക്കും, 1,00,000 രൂപ കിട്ടുകയല്ലേ, മോദിക്ക് ചെയ്താൽ 1,00,000 രൂപ കിട്ടുകയല്ലോ. അപ്പോ ആ പാവങ്ങളെ പറ്റിച്ചു. ഇങ്ങനെയുള്ള എണ്ണമറ്റ കുൽസിത പ്രവൃത്തികളിലൂടെയാണ് ഇവര് ഈ തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ എന്താ സംഭവിച്ചത്? വളരെ വലിയ നാണക്കേടാണ് രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായത്. അദ്ദേഹം ഒരു വലിയ വിഡ്ഢിത്തം അതിനിടയ്ക്ക് വിളിച്ചു പറഞ്ഞു. അതായത് സെൻസെക്സ് താഴ്ന്നു, സെൻസെക്സ് ഉയരുന്നു, 3 ലക്ഷം കോടി രൂപ, 30,000 കോടി രൂപയുടെ നഷ്ടം വരുന്നു. ഇന്ത്യൻ ജനസംഖ്യയിലെ 3% പേർക്കാണ് എന്താണ് ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത് അറിയാമോ? അവര് പോലും ശാസ്ത്രീയമായി പഠിച്ചല്ല ഇത് ചെയ്യുന്നത്. അപ്പോൾ സാധാരണക്കാരോ? അപ്പോൾ നിങ്ങളുടെ 30,000 കോടി രൂപ ഒറ്റ ദിവസം കൊണ്ട് നരേന്ദ്രമോദി തട്ടിക്കൊണ്ടുപോയി അദാനിക്കും അംബാനിക്കും കൊടുത്തു എന്നൊക്കെ പറയുക, അതിന് നേട്ടമുണ്ടാക്കിയത് വിദേശികളാണ് എന്നൊക്കെ പറയുകയാണ്. ഏതായാലും ഒരു കാര്യമുണ്ട്, അദ്ദേഹം പറഞ്ഞു പാർലമെന്റ് ചേരുമ്പോൾ ഞങ്ങൾ പാർലമെന്റ് സ്തംഭിപ്പിക്കും ഈ വിഷയത്തിൽ, നിരന്തരമായ സമരം നടത്തും കോൺഗ്രസ് പാർട്ടി. എന്നിട്ട് ഇപ്പോ ആ താഴോട്ട് പോയ മാർക്കറ്റ് മേലോട്ട് കയറി, 1 പോയിന്റ് പോലും കുറഞ്ഞില്ല എന്ന് മാത്രമല്ല കൂടുകയും ചെയ്തു. അപ്പൊ എന്തായിരുന്നു അതിന്റെ ട്രെൻഡ്? നരേന്ദ്രമോദിക്ക് പകരം രാഹുൽ ഗാന്ധി അധികാരത്തിൽ വന്നാലോ എന്ന് ഭയപ്പെട്ടിട്ടാണ് ഷെയർ മാർക്കറ്റ് തകർന്നത്. അതല്ല, നരേന്ദ്രമോദി തിരിച്ചു വന്നപ്പോൾ ഷെയർ മാർക്കറ്റ് പഴയപടിയായി. ഇതൊക്കെ മനസ്സിലാക്കുന്ന ജനതയ്ക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി അവഹേളിതനാവുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഒക്കെയുള്ള കാര്യങ്ങൾ വന്നു. പിന്നീട് എന്താ ഉണ്ടായത്? മന്ത്രിസഭ വരാൻ പോവുകയാണ്. അപ്പോൾ പറഞ്ഞു ഞങ്ങൾ മന്ത്രിസഭ ഉണ്ടാക്കും. ആരാണ്? ഇന്ത്യ മുന്നണി. ഇന്ത്യ മുന്നണി മന്ത്രിസഭ ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞു. 2-ാം ദിവസം പിൻവലിച്ചു. അല്ല, ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞു. പിന്നെ പറയാൻ തുടങ്ങിയത് എന്താണ്? ഒരിക്കലും ഈ മന്ത്രിസഭയ്ക്ക് നരേന്ദ്രമോദിക്ക് ഉണ്ടാക്കാൻ കഴിയില്ല, കാരണം ചന്ദ്രബാബു നായിഡു സമ്മതിക്കില്ല, അല്ലെങ്കിൽ JDU സമ്മതിക്കില്ല. അപ്പൊ നിതീഷ് കുമാറിന് പ്രധാനപ്പെട്ട വകുപ്പെല്ലാം വേണം, അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് വാരിക്കോരി സീറ്റ് അല്ല മന്ത്രിസ്ഥാനങ്ങൾ കൊടുക്കണം. ചന്ദ്രബാബു നായിഡുവിന് സ്പീക്കർ വേണം, മറ്റെല്ലാ മന്ത്രിസ്ഥാനങ്ങളും വേണം. ചുരുക്കി പറഞ്ഞാൽ ഒന്നുമില്ലാതെ കേരളത്തിലെ കോൺഗ്രസ് പോലെ, കേരളത്തിലെ കൂട്ടുകക്ഷി മന്ത്രിസഭ എന്ന് പറയുന്നത് പോലെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഘടകകക്ഷികളെല്ലാം കൊണ്ടുപോകും. അവസാനം BJPക്ക് ഒന്നും കിട്ടില്ല എന്നായിരുന്നു. ഇപ്പൊ എന്താ സംഭവിച്ചത്? സത്യപ്രതിജ്ഞ കഴിഞ്ഞു. ഘടകകക്ഷികൾ ഏത് വകുപ്പാണ് കിട്ടിയത് എന്ന് ഇന്ന് വൈകുന്നേരം ചാനലുകളെല്ലാം ഞാൻ ഓടിച്ച് കാണുകയാണ്. ഘടകകക്ഷികൾക്ക് ഏത് വകുപ്പാണ് കിട്ടിയത്?
പ്രധാനപ്പെട്ട മന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ, ക്യാബിനറ്റ് മന്ത്രിമാർ അവരൊക്കെ പണ്ടിരുന്ന അതേ വകുപ്പിൽ തന്നെയായിരിക്കുന്നത്. യാതൊരു പ്രധാനപ്പെട്ട വകുപ്പും ഘടകകക്ഷികൾ ആവശ്യപ്പെട്ടില്ല, അവർ ചോദിച്ചില്ല, അതുകൊണ്ട് തന്നെ കൊടുത്തുമില്ല. അതുപോലെ 62 മന്ത്രിമാർ BJPയിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ കേവലം 11 മന്ത്രിമാര് മാത്രമാണ് ഘടകകക്ഷികൾക്ക് കിട്ടിയത്. 16-12 MP-മാരുള്ളവർക്ക് വെറും 2 മന്ത്രിസ്ഥാനം കൊടുക്കുമ്പോൾ, ഒരു ക്യാബിനറ്റ് മന്ത്രി, ഒരു സഹമന്ത്രി സ്ഥാനം കൊടുക്കുമ്പോൾ, ബാക്കി ഓരോ MP-മാരുള്ള കക്ഷികൾക്കൊക്കെ ഓരോ സഹമന്ത്രി സ്ഥാനം കൊടുക്കുമ്പോൾ ചില കക്ഷികൾക്ക് കൊടുത്തിട്ടുമില്ല, മന്ത്രിസ്ഥാനം പോലും കൊടുത്തിട്ടുമില്ല. ഇതൊക്കെ നമുക്കിന്ന് കാണാൻ കഴിയും. ചുരുക്കി പറഞ്ഞാൽ നരേന്ദ്രമോദി മന്ത്രിസഭ മുന്നേക്കാൾ ശക്തമായ രീതിയിലാണ് ഇപ്പോൾ അധികാരത്തിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രതിപക്ഷ പാർട്ടികളെയും മാധ്യമങ്ങളെയുമാണ് തിരിച്ചറിയേണ്ടത്. എന്തെല്ലാം കഥകളാണ് മാധ്യമങ്ങൾ എഴുതിയത്, എന്തെല്ലാം അവകാശവാദങ്ങളാണ് പ്രതിപക്ഷ പാർട്ടികൾ നടത്തിയത്. ഇപ്പോൾ ഫലം വന്നപ്പോൾ എന്താണ് അവസ്ഥ, ഇത് പരിശോധിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. ഒരു പുകമറ സൃഷ്ടിക്കുക എന്നതിൽ കവിഞ്ഞ്, ചായക്കോപ്പയിൽ കൊടുങ്കാറ്റ് സൃഷ്ടിക്കുക എന്നതിൽ കവിഞ്ഞ് ഈ രാഹുൽ ഗാന്ധിക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. അന്താരാഷ്ട്ര ആഗോള മാധ്യമ ശക്തികളും അട്ടിമറി ശക്തികളും NGO-കൾ എന്ന പേരിൽ വിദേശത്ത് നിന്ന് ലക്ഷക്കണക്കിന് കോടാനുകോടി രൂപ ഇന്ത്യയിലേക്ക് ഒഴുകിയിട്ടും ഇന്ത്യൻ ജനാധിപത്യത്തെ ഒന്ന് സ്പർശിക്കാൻ പോലും കഴിഞ്ഞില്ല, ഒരു ചുക്കും സംഭവിച്ചില്ല. ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇപ്പോൾ SP ഉത്തർപ്രദേശിൽ SP-ക്ക്, കോൺഗ്രസിനും മായാവതിക്കും എന്ന് വേണ്ട അവിടുത്തെ എല്ലാ പ്രതിപക്ഷ പാർട്ടികൾക്കും ഒന്നിച്ചു നിൽക്കാൻ ഒരു അവസരം കിട്ടി. അത് ഇന്ത്യയിലെ കേരളം, പശ്ചിമ ബംഗാൾ ഒഴികെ എല്ലാ സംസ്ഥാനത്തും പ്രതിപക്ഷത്തിന് ഒന്നിച്ച് നിൽക്കാനൊരു അവസരം കിട്ടി. പ്രതിപക്ഷം ഒന്നിച്ച് നിന്ന കാലങ്ങളിലൊക്കെ അവർ ഭരണകക്ഷത്തെ അട്ടിമറിച്ചിട്ടുണ്ട്. അതാണ് ഇന്ത്യയുടെ ചരിത്രം. നമുക്കറിയാം, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ദിരാഗാന്ധിയുടെ വിജയം സുനിശ്ചിതമാണെന്ന് എല്ലാവരും ഉറപ്പുകൊടുത്ത്, അതുപോലെ തന്നെ രഹസ്യാന്വേഷണ വിഭാഗം ഉറപ്പുകൊടുത്ത് ധൈര്യമായിട്ട് ഇലക്ഷൻ നടത്തുമ്പോൾ അന്ന് ഇത്രയും സാങ്കേതിക സംവിധാനങ്ങളില്ല, അന്ന് TV ഇല്ല, അന്ന് സോഷ്യൽ മീഡിയ ഇല്ല, അന്ന് ടെലിഫോൺ പോലും ഇല്ല. അടിയന്തരാവസ്ഥ കാലം. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയെ പരാജയപ്പെടുത്തി. കാരണം എന്താണ്? പ്രതിപക്ഷം ഉരുകി ഒന്നായി. ഒരൊറ്റ പ്രതിപക്ഷം ജനതാ പാർട്ടി എന്ന നിലയിൽ ആഞ്ഞടിച്ചു. ഇവിടെ ഇന്ത്യ മുന്നണി, അതുപോലെ തന്നെ പ്രതിപക്ഷം എല്ലാവരും കൂടി ഒന്നായതാണ്, ആഞ്ഞടിച്ചതാണ്. പക്ഷെ അതിനെ പോലും അതിജീവിക്കാൻ മോദി ഗവൺമെന്റിന് സാധിച്ചു. അങ്ങനെയാണ് മൂന്നാം ഊഴത്തിലേക്ക് വന്നത്. ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടിയെ നേരിട്ടുകൊണ്ട് ഒരു ഭരണകൂടം അധികാരത്തിൽ വരുന്നത്. അപ്പോൾ ഇനി ഈ ഒരു മന്ത്രിസഭ പാഠം പഠിച്ചിട്ടുണ്ട്, അനുഭവങ്ങളുണ്ട്. ഞാൻ പറയുന്നത് വാക്സിനേഷൻ ആണ്. ഈ വാക്സിനേഷന് ശേഷം ഇന്ത്യക്ക് അകത്തു നിന്നും പുറത്തു നിന്നുമുള്ള ഒരു ശക്തിക്കും മോദി ഗവൺമെന്റിനെ പരാജയപ്പെടുത്താൻ കഴിയില്ല. ഇന്നും ചർച്ചയിൽ പറയുന്നത് കേട്ടു, ഏറി വന്നാൽ 3 മാസം അല്ലെങ്കിൽ 6 മാസം, അത് കഴിഞ്ഞാൽ താഴെ വീഴും എന്നാണ്. ഈ കുറുക്കന്റെ പുറകെ, ആട്ടുമുട്ടന്റെ പുറകെ കുറെ കുറുക്കന്മാര് നടന്ന പോലെ, ഇപ്പൊ താഴെ വീഴും അപ്പൊ പിടിക്കാം എന്ന് കരുതി നടന്ന പോലെ ഇവർ 5 കൊല്ലം നടക്കത്തേ ഉള്ളൂ. എന്ന് മാത്രമല്ല, ഇപ്പോൾ തന്നെ ഈ പറഞ്ഞ കക്ഷിക്കകത്ത് എന്തൊക്കെ ആലോചന നടക്കുന്നത്? രാജസ്ഥാനിൽ നിന്ന് ജയിച്ച CPIM MP BJP-യിൽ ചേർന്ന് മന്ത്രിയാകാൻ ഒരുങ്ങുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പൊ ഞാൻ കേട്ടത്. അപ്പോ അവര് സൂക്ഷിച്ചാൽ മതി, അതായത് കോൺഗ്രസ് സൂക്ഷിച്ചാൽ മതി, CPM സൂക്ഷിച്ചാൽ മതി. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന MP-മാര്, ഇന്ത്യ മുന്നണിയിലെ പല ഘടകകക്ഷികള്, ഇവരൊക്കെ 6 മാസക്കാലം ഇന്ത്യ മുന്നണിയിൽ ഉണ്ടാകുമോ? കോൺഗ്രസിന്റെ മേൽക്കോയ്മ അംഗീകരിക്കുമോ? ഇതാണ് അവർ ശ്രദ്ധിക്കേണ്ടത്. എന്ന് മാത്രമല്ല, ഇപ്പോൾ BJP-ക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്തത് കൊണ്ട് മുന്നോട്ടുള്ള യാത്ര ദുഷ്കരമായിരിക്കും, ഘടകകക്ഷികൾ ശ്വാസം മുട്ടിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാനങ്ങനെ അല്ല അതിനെ കാണുന്നത്. ഇന്ന് പ്രതിപക്ഷത്തുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇതേ രൂപത്തിലും ഇതേ ശക്തിയിലും 6 മാസക്കാലം തുടരുമോ എന്ന ചോദ്യമാണ് നമുക്ക് ചോദിക്കാനുള്ളത്. അതായത് ഇവിടെ വിലയ്ക്ക് വാങ്ങണ്ട, കുതിരക്കച്ചവടം നടത്തണ്ട, ആരെയും തട്ടിയെടുക്കണ്ട, ഒന്നും വേണ്ട. കഴിഞ്ഞ 10 കൊല്ലമായി അധികാരം ആസ്വദിക്കാതിരുന്നവർ, ഇനി 5 കൊല്ലം കൂടി പിടിച്ചു നിൽക്കാൻ കഴിയാത്തവർ, ആദർശവും രാഷ്ട്രീയവും ഒക്കെ അടിയറ വെച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയോട് ചേർന്ന് നിൽക്കാൻ പോകുന്ന ആളുകളായിരിക്കും അടുത്ത 6 മാസത്തിനുള്ളിൽ വരാൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യ സഖ്യം ആവിയായി പോകുന്ന 6 മാസമായിരിക്കാം നമ്മുടെ മുന്നിലുള്ളത് എന്ന് ഞാൻ കരുതുന്നു. പ്രാഥമികമായി മോദി ഗവൺമെന്റിന്റെ 3ാം വരവിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളതും ഇത് തന്നെയാണ്.